ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരുപാട് പേര് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പർച്ചേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം മേടിച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതുകൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ പ്രാവശ്യം നമ്മുടെ ബേക്കിംഗ് ഹോൾ മാത്രമല്ല, ഞാൻ അല്ലാണ്ട് ഒരുപാട് സാധനമൊന്നുമില്ല, കുറച്ച് ഐറ്റം മേടിച്ചു. അതുപോലെ ബേക്കിങ്ങിൻ്റെ കുറച്ച് ഐറ്റം നല്ല റേറ്റ് കുറച്ച് എനിക്കൊരിടത്തുനിന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ കൊല്ലത്തൊരു ഷോപ്പിൽ പോയി. ഞാൻ കടയുടെ പേര് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്നും മേടിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഇത് അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് വന്ന് മേടിച്ചതാണ് കേട്ടോ. ഏകദേശം ഒരു 160-170 ആ ഒരു റേറ്റിലാണ് ഇത് കിട്ടുക. ഇത് ശരിക്കും ആ ചകിരി വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ട്, ഒരു കിളിക്കൂട് പോലെ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഹാങ് ചെയ്തിടുന്നതാണ് കേട്ടോ. ഇത് എവിടെയെങ്കിലും വെക്കുന്നതല്ല, ഹാങ് ചെയ്തിടുന്നതാണ്. അപ്പോൾ എനിക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടല്ല, വേറൊരു കാര്യത്തിനാണ്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അതെ, നല്ല ഭംഗിയുണ്ട്. 2 കിളികൾ ഇതിൻ്റെ കൂട്ടിലിരിക്കുന്നതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ അത് ഒരെണ്ണം മേടിച്ച് അത് ഞാൻ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് നമ്മുടെ കേക്കിൻ്റെ ആവശ്യത്തിനുള്ള ഒരു ഐറ്റമാണ്, നമ്മുടെ കേക്കിൻ്റെ ടോപ്പേഴ്സ്. ഈ കേക്ക് ടോപ്പേഴ്സ് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല റേറ്റിന് തന്നെയാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുക അല്ലേ. അപ്പോൾ ഇത് ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത് ഏകദേശം 80-90 രൂപ. അത് ഈ ഒരു ടോപ്പേഴ്സ് എനിക്ക് തോന്നുന്നു 100 പുറത്താവും. ചില ചെറിയ ടോപ്പേഴ്സൊക്കെ ആണെങ്കിൽ 80 രൂപ 70 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ടോപ്പേഴ്സിനൊക്കെ നല്ല റേറ്റാണ്, അത്യാവശ്യം റേറ്റ്, 100 പുറത്താവുന്ന കേക്ക് ടോപ്പേഴ്സാണ്. ഇതും ഏകദേശം 60 രൂപയൊക്കെ ആവും, ആ ഒരു ചെറിയ ടൈപ്പ്, ഈ ഒരു ടൈപ്പ്. അപ്പോൾ ഇതെല്ലാം എനിക്ക് കിട്ടിയത് 20 രൂപ 25 രൂപ ആ ഒരു റേറ്റിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. കൊല്ലത്ത് ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ മേടിച്ച കടയുടെ പേര് അയ്യപ്പ ബാംഗിൾസ് എന്നാണ് കേട്ടോ ആ ഒരു ഷോപ്പിൻ്റെ പേര്. ഒരു ഹോൾസെയിൽ കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയപ്പോൾ വേറൊരു ആവശ്യത്തിനാണ് സത്യത്തിൽ കയറിയത്. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസ് അവിടെ ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ടപ്പം ഞാൻ കുറച്ചങ്ങ് മേടിച്ചു, കാരണം ഈ ഒരു റേറ്റ് ആയതുകൊണ്ട് കുറച്ച് മേടിച്ചു. പിന്നെ നമുക്ക് എപ്പോഴും അറിയാമല്ലോ, നല്ല റേറ്റാണ്, അത്യാവശ്യം നല്ല റേറ്റിനാണ് നമ്മളത് മേടിക്കുക. അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങ് മേടിച്ച് വെച്ചു. പിന്നെ ഞാൻ ഈ ഒരു ഐറ്റമാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് കേട്ടോ. 20 രൂപയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ലേ, അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറയത്തില്ല. അപ്പോൾ അതൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ആ ഷോപ്പിൽ നിന്നല്ല കേട്ടോ മേടിച്ചത്. ഈ ഒരു പാത്രം ഞാൻ വേറൊരു അടുത്ത ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അവിടെ ആ കടയുടെ കുറച്ച് അടുത്തായിട്ട് തന്നെ വരും കേട്ടോ. സാധാരണ പാത്രക്കടയുണ്ടല്ലോ, അവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ വീട്ടിലുള്ള ചരുവം ഹോളൊക്കെ വീണ് ഒരു പരുവായിട്ടോ. അപ്പോൾ അങ്ങനെ 2 ചരുവം മേടിച്ചു. സാധാരണ ചരുവം കേട്ടോ, ഭയങ്കര സംഭവമൊന്നുമല്ല, സാധാ ചരുവം. ഞാനിങ്ങനെ ഇതിൻ്റെ കൂടെ മേടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം സ്റ്റീലിൻ്റെ ആണ്, ഒരു കോപ്പർ ബേസ് വരുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു ചായ ചരുവം, പിന്നെ അല്ലാത്ത അലൂമിനിയത്തിൻ്റെ സാധാ ഒരു ചായ ചരുവം. പിന്നെ മേടിച്ചത് ഞാൻ ഈ ഒരു പാൻ മേടിച്ചു. എൻ്റെ പാൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, മിക്ക വീഡിയോയിലും കാണുന്നതാണ്. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ഒരെണ്ണം മേടിച്ചത് ഈ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇത്രയെങ്കിലും ഉണ്ട് എന്ന പ്രതീക്ഷയോടുകൂടിയാണ്, ഞാൻ എൻ്റെ അളവ് നോക്കിയില്ലായിരുന്നു, മേടിച്ചത്. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ നല്ല ചെറുതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഇവിടുത്തെ കൊല്ലത്തൊരു ഹോൾസെയിൽ ഷോപ്പാട്ടോ, അവിടെ കയറി മേടിച്ചു. എനിക്ക് തോന്നുന്നു ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് നല്ല റേറ്റ് കുറച്ചാട്ടോ നമുക്ക് കിട്ടിയത്. ആ ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ കിട്ടി. അപ്പോൾ ആ ഒരു പാത്രമാണ് മേടിച്ചത്. പിന്നെ അവിടുന്ന് 2 സ്പൂണ്, സാധാരണ സ്പൂണ്, ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന സ്പൂണാട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാണ്ട് സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 സ്പൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഹെവിയാണ് കേട്ടോ, നല്ല ഭാരമുണ്ട്. 60 രൂപയാട്ടോ 2 സ്പൂണും കൂടെ, കാരണം നല്ല വെയിറ്റ് ഉണ്ട്, നല്ല സ്റ്റീലാണ് കേട്ടോ, നല്ല അടിപൊളി സ്റ്റീലാണ്. അത് നമുക്ക് അതിങ്ങനെ പിടിക്കുമ്പോഴേ അറിയാം അത്രയും റേറ്റ് വരും അത്. പിന്നെ ഒരു കുഞ്ഞി കിണ്ണി, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും സാധനമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഞാൻ ഭയങ്കര സംഭവമായിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ കുറച്ച് ഐറ്റംസ് മേടിച്ചത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, എൻ്റെ ഒരു പ്രഷർ കുക്കറാണ്. അപ്പോൾ ഇതിപ്പം ഒരുപാട് നാളായെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 2-3 വർഷമെങ്കിലും ആയി കാണും. ഞാൻ 2-3 വർഷമായി ഒരു പ്രഷർ കുക്കർ മേടിച്ചത്. നമ്മുടെ ഹോക്കിൻസിൻ്റെ പ്രഷർ കുക്കറാണ്. അപ്പോൾ ഒരു കുഞ്ഞ് കുക്കറാണ്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ പുതിയതായിട്ട് കണ്ടിട്ടില്ലാത്തവർ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ഒരു ഹോക്കിൻസിൻ്റെ ഈ ഒരു പ്രഷർ കുക്കർ മേടിച്ചിട്ടുള്ളത്. 300 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ, 300 ആണ്.
എന്താ പറയുക, ഭയങ്കര ഒരു കൗതുകം തോന്നിയിട്ട് മേടിച്ച ഒന്നായിരുന്നു കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ടേ ഒന്നുമില്ല കേട്ടോ, പക്ഷേ സാധനം പറയാനായിട്ട് അടിപൊളി ക്വാളിറ്റിയാണ്, അടിപൊളിയാണ് സാധനം ശരിക്കും. നല്ല നമ്മുടെ ഒറിജിനൽ പ്രഷർ കുക്കർ എങ്ങനെയാണോ അതിൻ്റെ ഏറ്റവും ചെറിയ പ്രഷർ കുക്കർ, നല്ല മെറ്റീരിയലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കണ്ടോ, നമ്മൾ ശരിക്കും പ്രഷർ കുക്കർ പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. കണ്ടോ, അപ്പോൾ ഞാൻ നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ കുഞ്ഞു കുട്ടീസൊക്കെ ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്കാകുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. കുട്ടികൾക്ക് മാത്രമല്ല, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിയവർക്കും എന്താ പറയുക, ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞൻ എന്താ പറയുക പർച്ചേസ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. കാരണം എന്നാലല്ലേ നമുക്ക് വീഡിയോ ഇനിയും ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമ്മുടെ സുമീസ് വ്ളോഗിൽ ഇന്ന് വൈകുന്നേരം 3:30 ആ ഒരു സമയമാകുമ്പോൾ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.